I hear the sounds of your heartbeat. I can hear it now. I can hear it now. I hear the sounds. I can hear it now. Hi friends. അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മീര. ഇന്നത്തെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇത് DJI മൈക്കിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്യണ്ട എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പാക്കേജിങ്ങിൻ്റെ ക്വാളിറ്റിയൊക്കെ കണ്ടപ്പോൾ ഇതൊന്ന് അൺബോക്സിങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഈ അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് DJIൻ്റെ മൈക്ക്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ എന്താ പറയുക, പാക്കേജിങ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നി. നമ്മളുടെ ഒരു ഐഫോണൊക്കെ വാങ്ങുമ്പോൾ അവരുടെ ഐഫോണിൻ്റെ ഒക്കെ ഒരു പാക്കേജിങ്ങിൻ്റെ ഒരു രീതിയിലുള്ള വളരെ നല്ല ക്വാളിറ്റിയുള്ള പാക്കേജിങ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിൻ്റെ ഒരു വീഡിയോ കൂടി എടുത്തേക്കാമെന്ന്. ഇതിലിവിടെ എഴുതിയിരിക്കുന്നത് മെയ്ഡ് ഫോർ ഐഫോൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്താ പറയുക, ഐഫോണിൻ്റെ ഒരു ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ അതിനെ നമുക്ക് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പാക്കേജിംഗ് ഒക്കെ ഉള്ളത്. ഇപ്പം ഈ മൈക്കിന് പറഞ്ഞിരിക്കുന്നതിന് 250 മീറ്റർ വരെ ട്രാൻസ്മിഷൻ റേഞ്ച് ഉണ്ട്. ഡ്യുവൽ ചാനൽ റെക്കോർഡിംഗ്, അപ് ടു 14 hours ഓഫ് ഓൺ ബോർഡ് മെമ്മറി, പോർട്ടബിൾ ആൻഡ് കോമ്പാക്റ്റ്, വൈഡ് കോമ്പാറ്റബിലിറ്റി, 15 hour ബാറ്ററി ലൈഫ്. ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇവർ പറഞ്ഞിരിക്കുന്നത്. DJIൻ്റെ പ്രോഡക്റ്റ്സൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ മൈക്ക് വാങ്ങിച്ചു. ആദ്യം റോഡിൻ്റെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ചു DJIൻ്റെ വാങ്ങിക്കാമെന്ന്. കാരണം ഞാൻ കുറച്ച് റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ DJIക്ക് ഒത്തിരി നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു റോഡിനേക്കാളും ബെറ്ററായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. അപ്പോൾ ഇത് ആദ്യം അൺബോക്സിങ് വീഡിയോ എടുക്കേണ്ടതെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു എന്താ പാക്കേജിങ് ക്വാളിറ്റിയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന്. ഇതൊരു പുറത്തൊരു എന്താ പറയുക ക്ലിങ് ഒരു കവറിലാണ് വരുന്നത്. ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഇവിടെയാണ്. അപ്പോൾ അവിടെ ഓപ്പൺ ചെയ്ത് വരുമ്പം ഇതാ ഇങ്ങനൊരു ബോക്സാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തുറന്നു കഴിയുമ്പം നമ്മളുടെ ഒരു ഐഫോണിൻ്റെയൊക്കെ അതേ രീതിയിലുള്ള സംഭവമാണിത്. ഒരു ബോക്സ് നമുക്കതിങ്ങനെ എടുത്ത് മാറ്റാം. എന്നിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത്. ചാർജിങ് കേസ്, റിസീവർ, 2 times ട്രാൻസ്മിറ്റർ, ക്യാരിയിങ് പൗച്ച്, ഹോട്ട് ഷൂ അഡാപ്റ്റർ, വിൻസ്ക്രീൻ twice ×2, പിന്നെ മൊബൈൽ ഫോൺ അഡാപ്റ്റർ 2 രീതിയിലുള്ളതുണ്ട്. ലൈറ്റ്നിങ്ങും ടൈപ്പ് സിയും ഉണ്ട്. ക്യാമറ, ഓഡിയോ കേബിൾ, ഇൻസ്ട്രക്ഷൻ മാനുവൽ, ക്ലിപ്പ് മാഗ്നറ്റ് ×2, ചാർജിങ് കേബിൾ. ഇത്രയും സാധനം ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ചാർജിങ് കേസ്. അപ്പോൾ ആദ്യം കാണാമോ, ഈ ചാർജിങ് കേസ് നമ്മൾ തുറന്നു കഴിയുമ്പോൾ ഈ ചാർജിങ് കേസ് തുറന്നു കഴിയുമ്പോൾ അതായത് ഇങ്ങനെ ഇവിടെ ഒരു ഓപ്പൺ ചെയ്യാനായിട്ടുള്ളതുണ്ട്. നമ്മൾ ഈ ക്ലാപ്പ് തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഈ കവർ ഓപ്പൺ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ കേസ്. ഇവിടെ DJIൻ്റെ അവരുടെ ഇതുണ്ട്. പിന്നെ പുറകിൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു USB-C പോർട്ടുണ്ട്. ഇത് പിടിക്കുമ്പോൾ ഒക്കെ നല്ല ഫീലാണ് കേട്ടോ. ഇത് നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. കുറച്ച് വെയിറ്റ് ഉണ്ട് ഇതിന്, നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് തുറന്നു കഴിയുമ്പോൾ ഇതാണ് നമ്മൾ 2 ട്രാൻസ്മിറ്റർ, ഒരു റിസീവർ. അപ്പോൾ ഇത് മാഗ്നറ്റും ഉണ്ട് കേട്ടോ. ഇതാണ് മാഗ്നറ്റ്. നമുക്ക് ഡ്രസ്സിലൊക്കെ വയ്ക്കാനായിട്ട് മാഗ്നറ്റ് കൂട്ടി വയ്ക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന്. പിന്നെ രണ്ടാമത്തെ റിസീവർ, അതിനുമുണ്ടൊരു മാഗ്നറ്റ്. നല്ല ഇതാണ് കേട്ടോ, നല്ല സ്ട്രോങ് ആണ് ഈ മാഗ്നറ്റ്. ഇത് ഊരിയെടുക്കാൻ ഒത്തിരി പാടുപെട്ടു, നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഇത് താഴെയൊന്നും പോവില്ല. ഇതിനകത്ത് നമുക്കിപ്പോൾ ഓൾറെഡി 15 ഇതിൽ ചാർജ് 15.1 അവർ കാണിക്കുന്നുണ്ട്. റിസീവറും ട്രാൻസ്മിറ്റേഴ്സും. പിന്നെ നമുക്ക്
ഇതാണ് നമ്മളുടെ ഫോണിൻ്റെ അഡാപ്റ്റർ. ഇത് നമുക്ക് ലൈറ്റ്നിങ് അഡാപ്റ്ററും അതുപോലെ തന്നെ USB-C അഡാപ്റ്ററുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് എന്തോ ഓർമ്മ വരുന്നതെന്നറിയോ, നമ്മളുടെ ഈ DJIൻ്റെ പോക്കറ്റ് ട്യൂബിന് അവരുടെ ഒരു നമ്മൾ ഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന അതേ സാധനം തന്നെയാണ് ഇതും. അതിനും രണ്ടെണ്ണം ഉണ്ട്. ഈ സെയിം സംഭവം അതിലും ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് സെയിം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയും സാധനമാണ് ഇതിനകത്തുള്ളത്. നൈസ് അല്ലേ, നല്ല സംഭവമാണ്. പക്ഷേ ഇതിന് അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. 289 പൗണ്ട്സ് ആണ്. ഇത് ഞാൻ UK നിന്നാണ് വാങ്ങിച്ചത്. ഇതിന് 289 പൗണ്ട്സാണ് ഇവിടുത്തെ വില. അപ്പം നാട്ടിലെ പൈസയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും 228,000 റുപ്പീസ്, അത്രയും വിലയുണ്ട് ഇതിന്. അപ്പോൾ ഇത്രയും സംഭവമാണ് ഇതിനകത്തുള്ളത്. നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇതിനകത്ത് ഇനി നമുക്ക് അതിനകത്തുണ്ടായിരുന്ന ബോക്സിനകത്തുള്ള എന്താണെന്ന് നോക്കാം. ഇതിനകത്ത് തുറന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ക്യാരിങ് പൗച്ചാണുള്ളത്. പിന്നെ അതിനകത്ത് വിൻഷീൽഡുണ്ട്. 2 വിൻഷീൽഡ് ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 എണ്ണം ഉണ്ട്. പിന്നെ നമുക്ക് ഒരു TRS, അതായത് നമുക്ക് ക്യാമറയിൽ കണക്ട് ചെയ്യാനുള്ള, പിന്നെ നമുക്കത് ആ ക്യാമറയായിട്ട് കണക്റ്റിലേക്ക് ഓഡിയോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമുണ്ട്. ഓഡിയോ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള കേബിളുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ USB-C to USB ചാർജറും ഇതിനകത്തുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ നമ്മളുടെ യൂസർ മാനുവലും ഉണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. പക്ഷേ ഇത് ആദ്യം ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാം, കാരണം എനിക്കിത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഞാനാണെങ്കിൽ ഇത് വാങ്ങുന്നതിന് സമയത്ത് ഇത് വാങ്ങണോ റോഡിൻ്റെ മൈക്ക് വാങ്ങണോ എന്നുള്ളത് ഇങ്ങനെ കുറേ നാളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന് ഞാൻ കുറേ അധികം പോസിറ്റീവ് റിവ്യൂസ് കണ്ടു. എങ്കിലും ഇതിന് വേറെ ഒരു നെഗറ്റീവായിട്ട് ഞാൻ കൂടുതലും കണ്ടത് ലാവലിയർ മൈക്ക് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതിന് ഒത്തിരി നോയ്സ് വരുന്നുണ്ടെന്നുള്ളതായിരുന്നു. ബസ്സിങ് സൗണ്ട് കുറേ വരുന്നുണ്ടെന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എനിക്കിത് കുറച്ച് ബെറ്ററായിട്ട് തോന്നി. റോഡ് ഭയങ്കര ഫേമസ് ആണ്. പക്ഷേ DJIൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തപ്പം അവരുടെ ക്യാമറാസൊക്കെ ആണെങ്കിലും ഒക്കെ കുറച്ച് ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ലതാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് ഇനിയും വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. I hear the sounds of your heart